കെ ഫോൺ പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരുന്നു. ആർക്കാണ് ഈ പദ്ധതി കൊണ്ട് ദോഷമുണ്ടാകുക? പദ്ധതി കൊണ്ട് ദോഷമുണ്ടാകുന്നത് ഇന്റർനെറ്റ് കമ്പനികൾക്കാണ്, സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനികൾക്കാണ്. ആരാണ് അതൊക്കെ? ജിയോയുണ്ട്, വോഡോഫോൺ ഉണ്ട്, അങ്ങനെ വിവിധ കമ്പനികളുണ്ട്, സ്വകാര്യ കമ്പനികളുണ്ട്. ആ കമ്പനികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. വൻ തുകയാണ് കേരളത്തിൽ നിന്നും ഈ കമ്പനികൾ കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് കേരളം. അതുകൊണ്ട് ഇന്റർനെറ്റ് കമ്പനികൾക്ക്, സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനികൾക്ക് കേരളത്തിലേക്ക് നോട്ടമുണ്ട്. കേരളം എന്ന് പറയുന്നത് അവർക്ക് ചാകരയാണ്. അവിടത്തേക്കാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം, കേരള സർക്കാരിൻ്റെ സ്ഥാപനം കെ ഫോൺ പദ്ധതിയുമായി രംഗത്ത് വരുന്നത്. പദ്ധതി നടപ്പാക്കിയാൽ 20 ലക്ഷം നിർധന കുടുംബങ്ങൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക്, 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും. ഇന്റർനെറ്റ് അവകാശമാണ്, ഒരു പൗരന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. നിയമസഭയിൽ അക്കാര്യം നിരവധി തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു പൗരന് ഇന്റർനെറ്റ് സൗകര്യം ലഭിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് സർക്കാരിൻ്റെ പരാജയമാണ്. ആ പൗരന് ഇന്റർനെറ്റ് എത്തിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനി ഉണ്ടായാൽ അത് നടക്കുമോ? നടക്കില്ല. അതുകൊണ്ട് കൂടിയാണ് പൊതുമേഖലയിൽ ഒരു ഇന്റർനെറ്റ് വിതരണ സംവിധാനം കെ ഫോൺ പദ്ധതി നടപ്പാക്കണം എന്ന് തീരുമാനിച്ചത്. ആ പദ്ധതിയാണ് അട്ടിമറിക്കാൻ ഇവിടെ ശ്രമം നടന്നത്. പദ്ധതി ആരംഭിക്കുന്ന ഘട്ടത്തിൽ 2019 രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം അന്ന് നിയമസഭയിൽ പറഞ്ഞ വാക്കുകളുണ്ട്, എന്തിനാണ് ഈ പദ്ധതിയൊക്കെ നടപ്പാക്കുന്നത് എന്ന്. അതൊക്കെ നൽകാൻ എന്ന് വെച്ചാൽ ഇന്റർനെറ്റൊക്കെ നൽകാൻ ഇവിടെ വേറെ ഏജൻസികളുണ്ടല്ലോ, സർക്കാർ എന്തിനാണ് അതിലേക്ക് കൈകടത്തുന്നത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, അത് താങ്കളുടെ അഭിപ്രായമായിരിക്കും, താങ്കളുടെ പാർട്ടിയുടെ അഭിപ്രായമായിരിക്കും. സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാൻ, ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അവരെ ചൂഷണം ചെയ്യാൻ സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനികളെ അനുവദിക്കില്ല, അത് ഞങ്ങളുടെ നയമല്ല എന്ന് പറഞ്ഞു അന്ന് മുഖ്യമന്ത്രി സഭയിൽ. അതിനുശേഷം സമരത്തിലൂടെ, വ്യവഹാരങ്ങളിലൂടെ, കോടതി നടപടികളിലൂടെ പദ്ധതിയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. ഈ പദ്ധതിയുടെ സൂത്രധാരനായിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കറെ കേസിൽ കൊടുക്കുന്നതിന് പിറകിൽ വൻകിട ഇന്റർനെറ്റ് കമ്പനികളുടെ ഇടപെടലുണ്ട് എന്ന ആരോപണം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലടച്ചതിന് പിന്നിലും ഈ വൻകിട സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനികൾ, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഉണ്ട്. അവരും കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധമാണ് ഇതിനൊക്കെ വഴിവെച്ചത് എന്ന ചർച്ചകൾ അന്ന് തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇന്റർനെറ്റ് പദ്ധതി തകർന്നില്ല, കെ ഫോൺ തകർന്നില്ല. വളരെ മെല്ലെയാണെങ്കിലും മുന്നോട്ട് നീങ്ങുക തന്നെയാണ് ചെയ്തത്. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് മുന്നോട്ട് പോയി. അപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പദ്ധതിയിൽ വൻ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ചു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രണ്ടുപേർക്കും ചതുർത്ഥിയാണ് കെ ഫോൺ പദ്ധതി. എന്തുകൊണ്ടാണ് അവർക്ക് ചതുർത്ഥിയാവുന്നത്? 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതിയെ എന്തിനാണ് ഈ രണ്ട് നേതാക്കൾ, കോൺഗ്രസ് പാർട്ടി എതിർക്കുന്നത്? അതിന് താല്പര്യം എന്താണ്? അതിന് പിറകിൽ വല്ല സാമ്പത്തിക താല്പര്യമുണ്ടോ? അത് എന്താണ് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിൽ നിയമസഭയിൽ ആരോപണം തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ പദ്ധതിയെ എതിർക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴാണ് അഴിമതി ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. 500 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത്. ആ ആരോപണം എവിടെയും എത്തിയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം നേരെ കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു, കേസ് തള്ളി. ഈ ഘട്ടത്തിൽ ഇടപെടാൻ തയ്യാറല്ല, പദ്ധതിയുമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നും കോടതി പറഞ്ഞു. ഇപ്പോൾ കെ ഫോൺ പദ്ധതിക്ക് ഒന്ന് ജീവൻ വെച്ചിട്ടുണ്ട്. ഈ ഡിസംബർ മാസത്തിനകം 1 ലക്ഷം കണക്ഷൻ, അതാണ് കെ ഫോൺ പദ്ധതിയുടെ ലക്ഷ്യം. ഡിസംബർ മാസത്തിനകം 1 ലക്ഷം കണക്ഷൻ. അതിനുവേണ്ടിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കെ ഫോൺ അധികൃതർ പറയുന്നത്. സർക്കാർ ഓഫീസുകൾ 23,347 കണക്ഷനാണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്ക് 23,347 കണക്ഷൻ. BPL കുടുംബങ്ങൾക്ക് 5,224 കണക്ഷൻ, 5,224, അത് 20 ലക്ഷം പേർക്ക് നൽകേണ്ടതുണ്ട്. തുക ഈടാക്കി വീട്ടു കണക്ഷൻ നൽകിയിരിക്കുന്നത് 25,401 പേർക്കാണ്. 25,401 പേർക്ക്. ഹൈ വാല്യൂ കസ്റ്റമർ ഫൈബർ ലൈൻ ലീസിന് കൊടുത്തിരിക്കുന്നത് 252 പേർക്കാണ്. ആകെ ലീസിന് കൊടുത്തത് 5,612 കിലോമീറ്റർ ഫൈബർ. ഇപ്പോൾ ലക്ഷ്യം 1 വർഷത്തിനകം എന്ന് വെച്ചാൽ ഡിസംബർ മാസത്തിന് അകം
1,00,000 കണക്ഷനിലേക്ക് പോകണം എന്നതാണ്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രഖ്യാപനം കെ-ഫോൺ നടത്തിയിരിക്കുന്നു. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതിനെ തുടർന്ന് ആവേശത്തിലാണ് കെ-ഫോൺ അധികൃതർ. പ്രതിപക്ഷത്തിന്റെ എല്ലാ എതിർപ്പുകളും തള്ളിയിരിക്കുന്നു. അവരുടെ എല്ലാ കുത്തിത്തിരിപ്പുകളും ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. എല്ലാ പദ്ധതികളെയും, നൂതന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളെയും തകർക്കുക, അത് ഇല്ലാതാക്കുക, പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതൊന്നും പറയരുത് എന്ന് വാശി പിടിക്കുക എന്നതാണ്. അതിനുവേണ്ടി മാധ്യമങ്ങളെ ഒപ്പം കൂട്ടി സമരം ചെയ്യുക, ഇതൊക്കെയാണ് കേരളത്തിൽ കണ്ടത്. ദേശീയപാത പദ്ധതിയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി വയൽക്കിളി സമരം നാം കണ്ടതാണ്. അതിനുശേഷം സിൽവർ ലൈനെതിരെ, കെ-റെയിലിനെതിരെ നടത്തിയ സമരവും നാം കണ്ടതാണ്. പക്ഷെ കെ-റെയിൽ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല, കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തത് കൊണ്ട് മാത്രം. ജനങ്ങൾ പദ്ധതിയോടൊപ്പമാണ് എന്നതാണ് ഇതെല്ലാം തെളിയിച്ചത്. സമരങ്ങൾ നടത്തുന്നത് സ്ഥാപിത താൽപ്പര്യക്കാരും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ-ഫോൺ പദ്ധതിക്ക് എതിരായ നീക്കങ്ങൾ തകർന്നതും. ഇനിയിപ്പോൾ ഡിസംബർ മാസത്തിനകം 1,00,000 കണക്ഷനുമായി മുന്നോട്ട് പോവുകയാണ് കെ-ഫോൺ ചെയ്യുന്നത്. അത് വിജയത്തിലെത്തും എന്ന കാര്യം സംശയമേ വേണ്ട. വിജയത്തിലെത്തേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ് എന്നർത്ഥം.